ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം സൗത്ത് ഇന്ത്യയിലെ രണ്ട് വലിയ റിയാലിറ്റി ഷോസ് ആയ ബിഗ് ബോസ് മലയാളവും ബിഗ് ബോസ് തമിഴും തമ്മിലുള്ള മാസീവ് കമ്പാരിസൺ. ആരാണ് കൂടുതൽ വ്യൂസ് നേടുന്നത്, ആരാണ് കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നത്, എല്ലാം നമുക്കിന്ന് മനസ്സിലാക്കാം ഈ വീഡിയോയിൽ. ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോ ആണ്. ഒറിജിനലി ഹിന്ദിയിലാണ് അത് ആദ്യം വന്നത്, പിന്നെ അത് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലേക്കും വന്നു. മലയാളം വെർഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മോഹൻലാൽ സാറാണ്. അതേപോലെ തമിഴ് വെർഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് കമൽ ഹസൻ സാറുമാണ്. ഇരുവരും ലെജൻസ് ആണ്. പക്ഷേ ഓഡിയൻസ് ബേസ്, TRP, ഇൻകം എല്ലാം വ്യത്യസ്തമാണ്. വ്യൂവർഷിപ്പ് ആൻഡ് പോപ്പുലാരിറ്റി. ആദ്യമായി വ്യൂവേഴ്സ് നോക്കാം. ബിഗ് ബോസ് തമിഴ് യൂട്യൂബിലും OTTയിലും മാസീവ് പോപ്പുലാരിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയിലുള്ള എപ്പിസോഡുകളിൽ ശരാശരി 3 മുതൽ 5 കോടി വ്യൂവേഴ്സ് വരെയാണ് കിട്ടാറുള്ളത്. ബിഗ് ബോസ് മലയാളത്തിന് സ്ട്രോങ് കേരള ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ വീക്ക്ലി ആവറേജ് വ്യൂസ് 80 ലക്ഷം മുതൽ 1.5 കോടി വ്യൂസ് വരെയാണ്. അതായത് വ്യൂവേഴ്സിന്റെ ബേസിൽ തമിഴ് വേർഷൻ ലീഡ് ചെയ്യുന്നു. കാരണം തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും മലേഷ്യ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ തമിഴ് ഓഡിയൻസ് വളരെ കൂടുതലാണ്. ഇനി ഹോസ്റ്റുകളുടെ ഇൻകം നോക്കാം. കമൽ ഹസൻ സാർ. റിപ്പോർട്ട്സ് പ്രകാരം ബിഗ് ബോസ് തമിഴിൽ ഒരു സീസണിന് 50 കോടി രൂപ വരെയാണ് കമൽ ഹസൻ സാറിന് കിട്ടുന്നത്. ഇനി നമുക്ക് ലാലേട്ടന്റെ സാലറി നോക്കാം. റിപ്പോർട്ട്സ് പ്രകാരം ബിഗ് ബോസ് മലയാളത്തിൽ ഒരു സീസണിന് 10 മുതൽ 15 കോടി രൂപ വരെയാണ് ലാലേട്ടന് ലഭിക്കുന്നത്. അതായത് ഹോസ്റ്റിംഗ് ഫീസിൽ തമിഴ് വേർഷൻ ഡെഫിനറ്റ്ലി ടോപ്പ് പൊസിഷനിലാണ്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആൻഡ് സ്പോൺസർഷിപ്പ്. ബിഗ് ബോസ് തമിഴ് പ്രൊഡക്ഷൻ സ്കെയിൽ വളരെ വലുതാണ്. മാസീവ് സെറ്റ്, മൾട്ടിപ്പിൾ ക്യാമറ യൂണിറ്റ്സ് ആൻഡ് ടോപ്പ് എൻഡ് ഗ്രാഫിക്സ്. ഒരു സീസണിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ 100 തൊട്ട് 150 കോടി വരെയാണ്. മലയാളം വെർഷൻ കമ്പാരിറ്റീവ്ലി സ്മോൾ സ്കെയിൽ ആണെങ്കിലും റീസെന്റ് സീസണിൽ 40 തൊട്ട് 60 കോടി രൂപ വരെയാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്പോൺസർഷിപ്പ് നോക്കുമ്പോൾ തമിഴ് വെർഷന് നാഷണൽ ബ്രാൻഡ്സ് കൂടി സ്പോൺസർ ചെയ്യാറുണ്ട്. അതിനാൽ വാല്യൂ കൂടുതലായിരിക്കും. മലയാളം വെർഷനിൽ മോസ്റ്റ്ലി കേരള ബേസ്ഡ് ബ്രാൻഡ്സ് ആയിരിക്കും കൊളാബ് ചെയ്യുക. സോ റവന്യൂ കുറച്ച് കുറഞ്ഞിരിക്കും. എങ്കിലും മലയാളി വ്യൂവേഴ്സിന്റെ ഇമോഷണൽ കണക്ട് അൺമാച്ച്ഡ് ആണ്. ബിഗ് ബോസ് മലയാളം കണ്ടസ്റ്റൻസിനെ വ്യൂവേഴ്സ് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിലായി ട്രെൻഡിംഗ് ഹാഷ്ടാഗ്സ്, വോട്ട് ക്യാമ്പയിൻസ്, റീൽസ്. തമിഴ് വെർഷനിൽ എൻഗേജ്മെന്റ് കൂടുതൽ നമ്പേഴ്സിലാണ്. മലയാളം വെർഷനിൽ വ്യൂവേഴ്സ് എൻഗേജ്മെന്റിനേക്കാൾ കൂടുതൽ ഇമോഷൻ എൻഗേജ്മെന്റ് ആണ്. എല്ലാ ഫാക്ടേഴ്സും കമ്പൈൻ ചെയ്താൽ വ്യൂവേഴ്സ് ആൻഡ് ഇൻകമിൽ ബിഗ് ബോസ് തമിഴ് ലീഡ് ചെയ്യുന്നു. പിന്നെ ഇമോഷണൽ കണക്ട് ആൻഡ് ഓഡിയൻസ് ലോയൽറ്റിയിൽ ബിഗ് ബോസ് മലയാളം ഷൈൻ ചെയ്യുന്നു. രണ്ടും സൗത്ത് ഇന്ത്യയിലെ ടോപ്പ് ലെവൽ എന്റർടൈൻമെന്റ് റിയാലിറ്റി ഷോസ് ആണ്. ലാലേട്ടനും കമൽ സാറും അവരുടെ സ്റ്റൈലിൽ ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് ഷോ? ബിഗ് ബോസ് മലയാളമാണോ ബിഗ് ബോസ് തമിഴാണോ? കമന്റ് സെക്ഷനിൽ അറിയിക്കൂ. ഇങ്ങനെയുള്ള കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.